ജിൻഡോ കപ്പ് നേടിയതിൽ ഡോക്ടർക്കുള്ള പങ്ക് വിവരിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏതായാലും ജിൻഡോ അത് മനസ്സിലാക്കുകയും ജിൻഡോ ഡോക്ടർക്ക് താങ്ക്സ് നേടുന്നുണ്ട്. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് ഉണ്ടായിരുന്നു. അത് താങ്ക്സ് മൈ ഡിയർ റോബിൻ ആൻഡ് റോബിൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്കിത് സാധ്യമാകില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അതിന് ഡോക്ടർ മറുപടിയും കൊടുത്തിട്ടുണ്ട്. മീറ്റ് ഇഫ് എ കംപ്ലീറ്റ് യുവർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. നിങ്ങളിത് റിസർവ് ചെയ്യുന്നു ബ്രോ. ഐ ലവ് യു ബിഗ് ബോസ് സീസൺ 6 ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടാണ് ഡോക്ടർ അതിന് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വന്ന വഴി മറക്കുക എന്നുള്ള രീതിയാണ് പലപ്പോഴും പലരും കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. നമ്മൾ പല സീസണിലും നമ്മൾ കണ്ടിട്ടുള്ളതാണിത്. പക്ഷേ ഇതിനകത്ത് ജിൻഡോ വന്ന വഴി മറക്കാതെ ഡോക്ടറുടെ ആ പങ്ക് മനസ്സിലാക്കുകയും ഡോക്ടർക്ക് നന്ദി രേഖപ്പെടുത്തി, ഡോക്ടർക്കും ഡോക്ടറുടെ ഫാൻസിനും ഒക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുതന്നെ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർക്കും ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്ന കൂരായണ എന്ന് പറയുന്നവരുടെ നാടാണ്. അതിൽ നിന്ന് വ്യത്യസ്തനാകുന്നു ജിൻഡോ എന്നുള്ളതാണ് നമുക്ക് ഈ കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. നമ്മളൊരു സീസണിൽ നമ്മൾ കണ്ടു, ഡോക്ടറുടെ പേര് കൊണ്ട് മാത്രം ഒരു സീസണിലെ വിന്നറായ ഒരു വ്യക്തി പുറത്തിറങ്ങിയിട്ട് ഡോക്ടറെ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടു. ഇപ്പം അവരുടെ കൂട്ട് എന്ന് പറയുന്നത് അന്ന് അവരോടൊപ്പം നിൽക്കാത്തവർ വരരുമാണ് ഇപ്പം അവരുടെ കൂട്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മളതൊക്കെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ജിൻഡോ അങ്ങനെ അല്ല. ഡോക്ടറുടെ സപ്പോർട്ടിന് നന്ദി രേഖപ്പെടുത്തി, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്കിത് സാധ്യമാകില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ അന്ന് തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജിൻഡോ ഇത് അർഹിക്കുന്നത് തന്നെയാണ്. ജിൻഡോ ഹാർഡ് വർക്കിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതുകൊണ്ടാണ് ഡോക്ടറെ പോലുള്ള ഒരു വ്യക്തി എയർപോർട്ടിൽ പോകാനും ജിൻഡോയെ സ്വീകരിക്കാനും ഒക്കെ തയ്യാറായത്. അതാണ് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു എളിമ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല രീതിയിലും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ജിൻഡോയും എന്നുള്ളത്. നമ്മൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്തു. ഇത് ജിൻഡോയുടെ വിജയം അട്ടിമറിക്കാൻ വേണ്ടി ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് പല നീക്കങ്ങളും നടത്തി. പുറത്തുള്ള പല ആൾക്കാരും അർജുന് വോട്ട് മറച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ആയിപ്പോയത് ജാസ്മിനാണ്. ജാസ്മിൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. ഏതായാലും ആ സമയത്ത് തന്നെയാണ് ഡോക്ടർ രക്ഷകനായി എത്തി. ഡോക്ടർ തൻ്റെ ഫാൻസിനോട് പറഞ്ഞു, തന്നെ ഇഷ്ടപ്പെടുന്നവരോട് പറഞ്ഞു, വോട്ട് ജിൻഡോയ്ക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സീസൺ 6 വിന്നറായി ജിൻഡോ മാറുന്നു. ഒരട്ടിമറിയും സംഭവിച്ചില്ല. ഇത് ജിൻഡോ ഇത് അർഹിക്കുന്നത് തന്നെയാണ്. ഹാർഡ് വർക്കിംഗ് ആണ്, അധ്വാനിയാണ്. എനിക്ക് തോന്നുന്നു സീസൺ 6 മുന്നോട്ട് കൊണ്ടുപോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തി ജിൻഡോ തന്നെയാണ്. കാരണം പല പ്രേമ നാടകങ്ങളും ഒക്കെ അവിടെ നടന്നു. അവരൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളൊരു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രേമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ സീസൺ എന്തുമാത്രം വിജയിക്കാൻ സാധ്യതയില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡാൻസും പാട്ടും കോമഡിയും ഫൈറ്റും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിന്നത് ഇതിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ്. ജിൻഡോ കപ്പ് നേടി. അത് നമുക്ക് വളരെ സന്തോഷം. അത് ഡോക്ടർ അതിന് കാരണക്കാരനായി എന്ന് മാറി. അതെല്ലാം വളരെ സന്തോഷം നൽകുന്നു. ഇവരുടെ ഈ സുഹൃബന്ധം, ഈ ബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ജിൻഡോയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.